ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുരാരി ബാബു റിമാൻഡിൽ 14 ദിവസത്തേക്ക് റാന്നി കോടതിയാണ് റിമാൻഡ് ചെയ്തത്. അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെ ഇന്ന് രാവിലെയാണ് അറസ്റ്റ് ചെയ്തത്. സിബി ജോസഫ് ചേരുന്നു. സിബി, കസ്റ്റഡിയിൽ വാങ്ങുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ റിമാൻഡിലായിരിക്കുകയാണല്ലേ. ഇനി എങ്ങനെയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? ധന്യ, മുരാരി ബാബുവിന്റെ കസ്റ്റഡി ഇന്നിപ്പോൾ പോലീസ് ആവശ്യപ്പെട്ടിട്ടില്ല. ഇനി അടുത്ത ദിവസങ്ങളിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ മുരാരി ബാബു റിമാൻഡിൽ പോവുകയാണ്, അതായത് ജയിലിലേക്ക് പോവുകയാണ്. 14 ദിവസമാണ് മുരാരി ബാബുവിനെ റാന്നി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് 8 മണിക്കൂറധികം ചോദ്യം ചെയ്ത ശേഷം റാന്നിയിലെ ഈ കോടതിയിലേക്ക് ഹാജരാക്കിയായിരുന്നു. പിന്നീട് ഈ പൂർണ്ണമായും അടച്ചിട്ട മുറിയിലായിരുന്നു കോടതി നടപടികൾ. ഏകദേശം 6 മണിക്ക് ശേഷമാണ് ഇവിടെ കോടതിയിൽ ഹാജരാക്കിയത്. തിരുവനന്തപുരത്ത് നിന്നും ഇവിടെ എത്തിക്കുകയായിരുന്നു. പിന്നീട് ഒരു അരമണിക്കൂറിലധികം നീണ്ടു നിന്ന കോടതി നടപടിക്ക് ശേഷമാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തെന്നുള്ള വിവരം ലഭിക്കുന്നത്. കസ്റ്റഡി ആവശ്യപ്പെടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കസ്റ്റഡി ഇപ്പോൾ നിലവിൽ ആവശ്യപ്പെട്ടിട്ടില്ല. ഒരുപക്ഷെ ഈ മറ്റേ കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. 30-ാം തീയതി വരെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകും. അതിനുശേഷമോ അല്ലെങ്കിൽ അതിനു മുൻപോ വീണ്ടും കസ്റ്റഡി ഇത്തരത്തിൽ ഈ മുരാരി ബാബുവിനെ കൂടി ഇത്തരത്തിൽ കസ്റ്റഡി അപേക്ഷ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടുത്ത ദിവസം വരും ദിവസങ്ങളിൽ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇന്നിപ്പോൾ ഈ കസ്റ്റഡി അപേക്ഷ വച്ചിട്ടില്ല. റിമാൻഡിലേക്ക് പോവുകയാണ് മുരാരി ബാബു. ഒരുപക്ഷെ കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ ജയിലിലേക്കായിരിക്കും മാറ്റുക. അല്പസമയത്തിനകം തന്നെ മുരാരി ബാബുവിനെ കോടതിയിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോകും.